ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേമിനൽ ഇവാലുവേഷൻ 2022 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 7 ടാൻജൻസ് തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സാണ്. അപ്പോൾ 2022 2022 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ആൻസറുകൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് നോക്കാം. First, PT and PS are tangent of circle with a center O. Angle SPT 60 degree, PS PT എന്നിവ O കേന്ദ്രമായ വൃത്തത്തിൻ്റെ തൊടുവരകളാണ്. SPT 60 ഡിഗ്രിയാണ്. ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് SOT. SOTയുടെ അളവ് കാണണം. അതേപോലെ തന്നെ ഫൈൻഡ് ദ മെഷർ ഓഫ് POT. 2 മാർക്കിന് 2022 ചോദിച്ച ചോദ്യമാണ്. ഇനി SPTയും SOTയും കൂട്ടിയാൽ 180 കിട്ടും. നോക്കിയാൽ SPT എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും SOT എന്ന് പറയുന്ന ഈ ആംഗിളും ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടും. അത് നമുക്ക് അറിയുന്നതാണ്. ഇനി ഇതിലൊരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. SPT എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ ആ SPTയുടെ സ്ഥാനത്ത് നമുക്ക് 60 എന്ന് കൊടുക്കാം. അപ്പോൾ SOT എന്താണ്? 180 മൈനസ് 60 120 വരും. അപ്പോൾ SOT കിട്ടിയ എത്രയാ? 120. ദെൻ SOT 120 ആണ്. ഇനി B ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് POT കാണണം. PTയും PSും ടാൻജൻ്റ് ആണ്. കാരണം വൃത്തത്തിന് പുറത്ത് നിന്നുള്ളൊരു തൊടുവരയാണ് PTയും PSും. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. OT OS എന്ന് പറയുന്നത് റേഡിയസ് ആണ്. OTയും OSും എന്താണ്? റേഡിയസ് ആണ്. ദെൻ PO ഈക്വൽ ടു PO, അത് രണ്ടും എന്താണ്? കോമൺ സൈഡുകളാണ്. PO എന്ന് പറയുന്നത് എന്താണ്? കോമൺ സൈഡുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ എന്താവും? കോൺഗ്രന്റ് ആവും, ഈക്വൽ ആവും. SSS ക്രൈറ്റീരിയ 3 sides ആർ ഈക്വൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് എന്താവും? ഈക്വൽ ആവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ POTയും POSും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, എന്താ ഞാനിവിടെ പറഞ്ഞതെന്നുള്ളത് ഒന്നുകൂടിയും പറഞ്ഞുതരാം. PTയും PSും ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്. കാരണം പുറത്തുനിന്നുള്ള ടാൻജൻ്റ് ആണ്. ഇത് രണ്ടും റേഡിയസ് ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആണ്. ഇത് കോമൺ സൈഡാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ കോൺഗ്രന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ടും ടാൻജൻറ്റിന് ഓപ്പോസിറ്റുള്ള സൈഡുകളല്ലേ. അപ്പോൾ 120 നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 എന്ന് വരും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ ടാൻജന്റ് ത്രൂ A ആൻഡ് B മീറ്റ് അറ്റ് P. ആംഗിൾ ACB 55 ഡിഗ്രി. ചിത്രത്തിൽ AB എന്ന ബിന്ദുക്കൾ കൂടിയുള്ള തൊടുവരകൾ Pയിൽ കൂട്ടിമുട്ടുന്നു. ACB 55 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് PAB? PABയുടെ അളവ് കാണുന്നത് PAB ഈ ആംഗിൾ. ഇതും എന്ത് തന്നെയാണ് വരിക? 55 തന്നെയാണ് വരിക. കാരണം എന്താ? നമ്മൾ പഠിച്ചതാണ് ഒരു ട്രയാങ്കിൾ സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ. ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ ആ 55ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡല്ലേ AB ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് PAB എന്ന് പറയുന്നത്. അപ്പോൾ അതും 55 ആയിരിക്കും. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ P? ആംഗിൾ Pയുടെ അളവാണ് ചോദിച്ചിട്ടുള്ളത്. ABയും PBയും ഈക്വൽ ആണ്. സോറി, APയും PBയും അഥവാ PAയും PB ഈക്വൽ ആണ്. കാരണം ടാൻജൻസ് ഫ്രം ഔട്ട് സൈഡ്, പുറത്തുനിന്നുള്ള ടാൻജൻ്റ് ആണ്. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് P കണ്ടുപിടിച്ചുകൂടെ? 55 110 ആയി. ദെൻ 180 110 പോയാൽ മതി. കാണാം. ഓക്കെ, 180 110 പോയാൽ മതി. ബാക്കി 70 കിട്ടും. അപ്പോൾ ആംഗിൾ P എത്രയാണ്? 70 ആണ്. ദാ എങ്ങനെ മക്കളെ? ഇനിയിപ്പോൾ ഈ ടാൻജൻറ്റ് ഈക്വൽ എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിലും ഇവിടെ ഉള്ള ഈ കൺസെപ്റ്റ് യൂസ് ചെയ്താലും മതി. ഓപ്പോസിറ്റുള്ള സൈഡ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ 55 വരും. 55 എത്രയായി? 110 ആയി. പിന്നെ ബാക്കി എത്ര ഉണ്ടാവുക? 70. ഇനി അടുത്തത് PQ is a tangent to the circle with the center O. What is the measure of angle OAQ? O കേന്ദ്രമായ വൃത്തത്തിന്റെ തൊടുവരയാണ് PQ. ആംഗിൾ OAQന്റെ അളവ് എത്രയാണ്? OAQ എവിടെയാണ് OAQ എടുക്കുന്നത്? ഈ ആംഗിളാണ് OAQ. ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജൻറ്റ് അത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ അല്ലേ. അപ്പോൾ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി. ഓക്കെ, ഇനി ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ. മാർക്ക് എ പോയിന്റ് ഓൺ ഇറ്റ്. ഒരു 3.5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരക്കണം. എന്നിട്ട് അതിൽ A എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഡ്രോ ടാൻജൻറ്റ് ടു ദ സർക്കിൾ ത്രൂ A. എന്ന ബിന്ദുവിലൂടെ വൃത്തത്തിന് തൊടുവര വരക്കുക.
ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള റേഡിയസ് 3.5 റേഡിയസിൽ നമുക്കൊരു സർക്കിൾ വരക്കാം. ഞാനിവിടെ കോമ്പസ് എടുത്തുകൊണ്ട് 3.5 സർക്കിൾ വരച്ചിട്ടുണ്ട്. ഇനി അതിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ റേഡിയസ് വരക്കാം. റേഡിയസ് വരച്ചു. ഇനി ആ പോയിന്റിൽ ആ റേഡിയസിന് 90 ഡിഗ്രിയിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചാൽ മതി. ഇത്രയും നമ്മൾ ചെയ്യേണ്ടേ 90 ഡിഗ്രി വരക്കുമ്പോൾ ഇതൊരു എളുപ്പവഴിയാണ് കേട്ടോ. ആ 90 ഡിഗ്രിയുടെ ലൈന് ആ പോയിന്റിൽ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ പ്രൊട്രാക്ടർ കുറച്ച് ബാക്കിലോട്ട് വെച്ചിട്ട് വരക്കണം കേട്ടോ. അത് സിസ്റ്റത്തിൽ വരക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ കറക്റ്റ് 180ൻ്റെ വരമ്പെന്ന് എടുക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ രണ്ട് ഭാഗത്തെ 180 മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചുകൊണ്ട് വരക്കാം. ഇല്ലെങ്കിൽ പ്രൊട്രാക്ടർ ലേശം ബാക്കിലോട്ട് നീക്കിയിട്ട് ആ പോയിന്റിൽ നീട്ടിയൊരു ലൈൻ വരച്ചാൽ മതി. ആ 90 ഡിഗ്രിയുടെ ലൈന് കറക്റ്റ് റേഡിയസ് വരുന്ന രീതിയിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് കൂടെ നമ്മൾ ടാൻജൻറ്റ് വരച്ചില്ലേ? ഇത്രയേ ഉള്ളൂ. പി ക്യു ആണ് നമ്മളുടെ ടാൻജൻറ്റ്. പി ക്യു എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിലൂടെയുള്ള നമ്മളുടെ ടാൻജൻറ്റ്. Draw a circle of radius 3 cm. Mark a point P which is at a distance 7 cm away from the center. Draw the tangent to the circle from P. 3 cm ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃക്കേന്ദ്രത്തിൽ നിന്നും 7 cm അകലെ പി എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. പിയിൽ നിന്നും വൃത്തത്തിന് തൊടുവരകൾ വരയ്ക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള റേഡിയസ് 3 cm റേഡിയസിൽ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള റേഡിയസിൽ ലെങ്ത്തിൽ ഡിസ്റ്റൻസിൽ നമ്മളൊരു ലൈൻ വരയ്ക്കാം. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ലൈൻ വരക്കാം. ഓക്കെ, 7 cm. ഓക്കെ, 7 cm നമ്മളൊരു ലൈൻ വരച്ചു. ഇനി ഈ 7 cm പെർപെൻഡിക്കുലർ ബൈസെക്ടർ വയ്ക്കുക. മോർ ദാൻ ഹാഫ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. ഓക്കെ, മേലെയും താഴെയും ഓരോ ആർക്കുകൾ വരയ്ക്കുക. ഓക്കെ, ഇനി ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ലൈനിൻ്റെ സെൻറ്റർ കറക്റ്റ് കിട്ടും. ഇങ്ങനെയാണ് ഇത് വരക്കുന്ന രീതി കേട്ടോ. ഇപ്പോൾ എയുടെ സെൻറ്റർ 3.5 എന്നൊക്കെ നമുക്കറിയാം, പക്ഷെ ഇത് വരക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വരക്കുക കേട്ടോ. ഇനി ആ സെൻറ്ററിൽ നമ്മൾ കോമ്പസ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയിലേക്കുള്ള അകലെടുത്തിട്ട് നമ്മൾ അവിടെ ഒരു സർക്കിൾ വരക്കും. ഈ സർക്കിൾ നമ്മളുടെ ആദ്യത്തെ സർക്കിളിനെ കട്ട് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്നും പി എന്ന് പറയുന്ന പോയിന്റിലോട്ട് നമ്മൾ ഓരോ സ്ട്രൈറ്റ് ലൈനുകൾ വരക്കുക. അതാണ് നമ്മളുടെ ടാൻജൻറ്റ്. ഇതാണ് നമ്മളുടെ ടാൻജൻറ്റ്. ഇപ്പോൾ ഇത് ടാൻജൻറ്റ് ആവാനുള്ള റീസൺ വേണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഓരോ റേഡിയസ് കൊണ്ടും വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇത് ആദ്യം വരച്ച സർക്കിളിൻ്റെ റേഡിയസും അല്ലേ? റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 അല്ലേ? ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണത് വരക്കേണ്ടത്. അടുത്തത്, ഇൻ ദ ഫിഗർ എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. പി ക്യു ഈസ് എ ടാൻജൻറ്റ് ടു ദ സർക്കിൾ ഡ്രോൺ ഫ്രം പി. പി എ ഈക്വൽ ടു 12 cm ആൻഡ് പി ക്യു ഈക്വൽ ടു 6 cm. ചിത്രത്തിൽ എ ബി വ്യാസമായ വൃത്തത്തിന് പിയിൽ നിന്നും വരച്ചിരിക്കുന്ന തൊടുവരെയാണ് പി ക്യു. പി എ 12 cm ആണ്, പി ക്യു 6 cm ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ബി. പി ബിയുടെ നീളം കാണണം. പി എ 12 ആണ്. പി എ എത്രയാണ്? 12 ആണ്. പി ക്യു 6 ആണ്. പി എ 12 ആണ്, പി ക്യു 6 ആണ്. നമ്മൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. നമ്മളുടെ പി സി സ്ക്വയർ ആണ്. ഇത് പിയുടെ സ്ഥാനത്ത് പി തന്നെയാണ്, എയുടെ സ്ഥാനത്ത് എ ആണ്, ബിയുടെ സ്ഥാനത്ത് ബി ആണ്, സിയുടെ സ്ഥാനത്ത് ക്യു ആണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ എങ്ങനെയാണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നാണ്. പക്ഷെ ഇവിടെ സിയുടെ സ്ഥാനത്ത് ആരാണ്? പി ക്യു ആണ്. അപ്പോൾ പി ക്യു സ്ക്വയർ. പി എ 12 ആണ്, അപ്പോൾ അത് കൊടുത്തു. പി ബി നമുക്കറിയില്ല, പി ക്യു 6 ആണ്. 6ൻ്റെ സ്ക്വയർ അഥവാ 6 ഇൻറ്റു 6 36 ആണ്. ഇനി ഈ 12നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. 12 ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? ഹരിക്കാനാവും. അപ്പോൾ പി ബി ഈക്വൽ ടു 36/12 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി പി ബി 3 എന്ന് കിട്ടി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്നാണ്. സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എ ബി ആണ്. പി എ എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് അത് 12 ആണ്. പി ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 12 എന്ത് ചെയ്താൽ മതി? 3 മൈനസ് ചെയ്താൽ മതി, 9. അപ്പോൾ ഡയമീറ്റർ എത്രയാ? 9 cm. ഓക്കെ,
അടുത്ത് ഇൻ ദ ഫിഗർ ഒ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ പി ഒ ഈക്വൽ ടു 130 ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ. ഒ കേന്ദ്രമായ വൃത്തത്തിൽ പി ഒക്ക് 130 ഡിഗ്രിയാണ്. ആംഗിൾ എയുടെ അളവ് കാണുന്നത്. ഈ ആംഗിൾ കാണണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ട് കോണുകൾ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടും. അപ്പോൾ ഇവിടെ 130 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 50 ആയിരിക്കും. കണ്ട. ഇനി 2.5 സെൻറ്റിമീറ്റർ റേഡിയസും അതേപോലെ തന്നെ 50-60 ഡിഗ്രികൾ വരുന്ന ഒരു ട്രയാങ്കിളും വരക്കാനാണ്. ഇത് ഇൻസർക്കിൾഡ് റേഡിയസ് ആണ്. ഏകദേശം ഈ ചിത്രമാണ് നമുക്ക് വരക്കേണ്ടത്. അപ്പോൾ 50 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 50 ആവശ്യമായിട്ടുള്ള റേഡിയസുകൾ തമ്മിലുള്ള കോണ് കാണണം. 180 50 മൈനസ് ചെയ്താൽ മതി, 130. പിന്നെ 60 കാണാൻ 180 60 മൈനസ് ചെയ്ത് 120. ഇനി ഈ അളവുകൾ വെച്ചിട്ട് നമ്മളിവിടെ ഒരു ചിത്രം വരക്കാൻ പോകട്ടോ. റേഡിയസ് 2.5 ആണ്. 50ൻ്റെ ഓപ്പോസിറ്റ് 130 ഡിഗ്രിയും 60ൻ്റെ ഓപ്പോസിറ്റ് 120 ഡിഗ്രിയും വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വരച്ച് റേഡിയസുകളും വരക്കാൻ പോകണം. ആദ്യം 2.5 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സർക്കിൾ വരച്ചു. ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കൊരു റേഡിയസ് വരക്കാം. ഇനി ഈ റേഡിയസിൽ നിന്നും പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു 130 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. സർക്കിളിൻ്റെ സെൻറ്ററിൽ വെക്കുക. ലൈൻ എങ്ങോട്ടാണോ പോകുന്നത് ആ 0ത്തിൽ നിന്ന് തുടങ്ങുക. ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് ലൈന് പോകുന്നത്. ഇവിടേക്കാണ് ലൈന് വരുന്നത്, ഇങ്ങോട്ടാണ് ലൈന് വരുന്നത്. അപ്പോൾ ഇവിടെ 0ത്തിൽ നിന്ന് തുടങ്ങിയിട്ട് 130. സർക്കിളിൻ്റെ പുറത്തേക്ക് പോകണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ബാക്കി വരുന്ന മായ്ച്ച് കളയാം. ഞാൻ പ്രൊട്രാക്ടറിൻ്റെ മേലെ കൂടെ വരച്ചതുകൊണ്ട് ഇങ്ങനെ ഫുള്ള് വരച്ചു എന്നുള്ളൂ. നിങ്ങൾക്ക് പ്രൊട്രാക്ടർ അവിടെ 130 മാർക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ഇവിടെ 120 ആണല്ലോ, 120 കൊണ്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊട്രാക്ടർ മാറ്റിയിട്ട് സ്കെയിൽ വെച്ച് സർക്കിൾ വരെ വരച്ചാലും മതി. നമുക്ക് അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഇപ്പോൾ ഈ രണ്ട് കോണുകൾ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ഈ 3 പോയിന്റുകളിലും ഓരോ ടാൻജൻറ്റുകൾ വരയ്ക്കുക. കറക്റ്റ് 90 ഡിഗ്രിയിൽ. 90 ഡിഗ്രി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വരക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ആദ്യം നമ്മളൊരു 130 വരച്ചു, പിന്നെ ഒരു 120 നമ്മൾ വരച്ചു കേട്ടോ. ഈ രണ്ട് കോണുകൾ ഞാനിവിടെ എഴുതുന്നുണ്ട്. 130ഉം 120ഉം ആണ് നമ്മൾ വരച്ചത്. ഇനി 3 പോയിന്റുകളിൽ കൂടെയും ഓരോ ടാൻജൻറ്റുകൾ ടാൻജൻറ്റ് തൊടുവരകൾ ഞാൻ വരക്കാൻ പോവാണ്. ആ 90 ഡിഗ്രിയുടെ ലൈന് കറക്റ്റാണ് ആ റേഡിയസുമ്പോൾ വരുന്ന രീതിയിൽ വെച്ചാൽ മതി. എന്നിട്ട് 180 രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് വരക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊട്രാക്ടർ ലേശം ബാക്കിലോട്ട് വെച്ചിട്ട് നീട്ടിയാണ് വരച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ 3 റേഡിയസുമ്പോഴും നമ്മൾ വരക്കുക. എന്നിട്ട് ആ ടാൻജൻറ്റുകളെ ഒന്ന് നീട്ടി വരച്ചുകൊണ്ട് കൂട്ടി മുട്ടിച്ചാൽ മതി. ടാൻജൻറ്റുകളെ നമ്മൾ നീട്ടിയാണ്ട് കൂട്ടി മുട്ടിക്കണം കേട്ടോ. ഓക്കെ. ഇനി ആ കൂട്ടിമുട്ടാത്ത ടാൻജൻറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടിമുട്ടിക്കുക. ഈ പുറത്ത് വരുന്ന ഈ ത്രികോണമാണ് നമ്മളുടെ ത്രികോണം കേട്ടോ. ബാക്കി വരുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റബ്ബ് ചെയ്യാം. ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല, അത് നമുക്ക് വേണമെന്നില്ല. ഇതാണ് നമ്മുടെ ത്രികോണം. ഈ 130ന് ഓപ്പോസിറ്റ് 50 വരും. അതേപോലെ ഈ 120ന് ഓപ്പോസിറ്റ് 60ഉം വരും. 130ന് ഓപ്പോസിറ്റ് 50ഉം 120ന് ഓപ്പോസിറ്റ് 60ഉം വരും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ചിത്രം വരക്കുന്നത് കേട്ടോ. ഈ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇൻസർക്കിൾ വരക്കാനും പിന്നെ ഈ ട്രയാങ്കിൾ വരക്കാനും പിന്നെ വൃത്തത്തിൻ്റെ പുറത്ത് നിന്നുള്ള 2 ടാൻജൻറ്റ് വരക്കാനും ഇത് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് കേട്ടോ. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ പി ക്യു ആർ ടച്ചസ് ദ സർക്കിൾ അറ്റ് ദ പോയിന്റ് എ ബി ആൻഡ് സി. പി ക്യു ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ, ബി ആർ ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ത്രികോണം പി ക്യു ആറിൻ്റെ വശങ്ങൾ വൃത്തത്തെ എ ബി സി എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. പി ക്യു 10, ഈ ടോട്ടൽ ലെങ്ത് ആണ് 10 വരണം കേട്ടോ. ദെൻ ബി ആർ ഈക്വൽ ടു 4, ഇത് 4 എന്നീ ബിന്ദുക്കൾ തൊടുന്നു. പി ക്യു 10, ബി ആർ 4 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി ആർ? ബി ആർ 4 ആണെന്നുണ്ടെങ്കിൽ സി ആറും എത്രയായിരിക്കും? 4 ആയിരിക്കും. കാരണം ആർ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും പോകുന്ന 2 തൊടുവരകളാണ് ബി ആറും സി ആറും. അപ്പോൾ ബി ആറും സി ആറും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ബി ആറും സി ആറും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 4 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ബി പി ക്യൂ ബി പ്ലസ് പി സി പ്ലസ് ക്യൂ ബി പ്ലസ് പി സി എന്നാണ്. നോക്കിയാൽ ക്യൂ ബിയും പി സിയും കൂട്ടിയാൽ എത്രയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ ആരൊക്കെ? ക്യൂ ബിയും പി സിയും കൂട്ടിയാൽ എത്രയും കിട്ടുക? പി എ എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? പി സിക്ക് ഈക്വലാണ്.
പി എ എന്ന് പറയുന്ന ആർക്ക് ഈക്വലാണ്? പി സിക്ക് ഈക്വലാണ്. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കോട്ടോ, ക്യൂബിയും ക്യു എയും ഈക്വലാണ്. പി സി എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? പി എക്ക് ഈക്വലാണ്. അപ്പോൾ പി എ പ്ലസ് ക്യു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. ഓക്കെ, പി എ പ്ലസ് ക്യു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. പി എ പ്ലസ് ക്യു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. ഇനി പി എക്ക് പകരം നമുക്ക് പി സിനെയും കൊടുക്കാം, ക്യു എക്ക് പകരം നമുക്ക് ക്യൂബിനെയും കൊടുക്കാം. അപ്പോൾ പി സി പ്ലസ് ക്യൂബി എന്താ? 10. മനസ്സിലായോ? ഒന്നുകൂടി ഇവിടെ നോക്കിക്കോ. ഈ പി സി എന്ന് പറയുന്നത് പി എക്ക് ഈക്വലാണ്, ക്യൂബി എന്ന് പറയുന്നത് ക്യു എക്ക് ഈക്വലാണ്. അപ്പോൾ പി എയും ക്യു എയും കൂട്ടിയാൽ 10 ആണ്. അപ്പോൾ പി എ പ്ലസ് ക്യു എ 10 ആണ്. പി എക്ക് പകരം പി സിയും കൊടുത്തു, ക്യു എക്ക് പകരം ക്യൂബിയും കൊടുത്തു. അപ്പോൾ പി സി പ്ലസ് ക്യൂബിയും എന്തായിട്ട് കിട്ടും? 10 ആയിട്ട് കിട്ടും. ഇനി ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു ആറിൻ്റെ പെരിമീറ്റർ കാണാനാണ്. അതിന് നോക്കിയാൽ മക്കളെ, പി ക്യു 10 ആണ്. പി ക്യു എത്രയാണ്? 10 ആണ്. പിന്നെ നമുക്കുള്ളത് പി സി ക്യൂബി ബി സി ആർ ബി ആർ. അതിൽ പി ക്യു 10 ആണ്, പി സിയും ക്യൂബിയും കൂട്ടിയ അതും 10 ആണ്. പിന്നെ ബി ആർ 4 ആണ്, സി ആറും 4 ആണ്. അപ്പോൾ 10 + 10 20, 20 + 4 24, 24 + 4 28. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് പെരിമീറ്റർ 28 സെൻറ്റിമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ ഇൻസർക്കിൾ 2 സെൻറ്റിമീറ്റർ. ചുറ്റളവ് 28 സെൻറ്റിമീറ്ററും അന്തർവൃത്ത ആരം 2 സെൻറ്റിമീറ്ററുമായ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്രയെന്നാണ് ചോദ്യം. നമുക്ക് ഏരിയ കാണാൻ, ഇൻസർക്കിളിൻ്റെ റേഡിയസ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? R = A/S. ഇതിന് ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഏരിയ = R × S എന്ന് വരും. റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാ? 2 ആണ്. ദെൻ പെരിമീറ്ററിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടി കേട്ടോ. അഥവാ പെരിമീറ്റർ 28 ആണ്. പെരിമീറ്റർ എത്രയാണ്? 28 ആണ്. പെരിമീറ്റർ 28 ആണ്. ചുറ്റളവ് 28 ആണ്. എസ് എന്ന് പറയുന്നത് ചുറ്റളവിൻ്റെ പകുതിയാണ്. അപ്പോൾ റേഡിയസ് 2, പെരിമീറ്ററിൻ്റെ പകുതി 14. പെരിമീറ്റർ 28 ആകുമ്പോൾ അതിൻ്റെ പകുതി 14 വരും. 14 × 2 എത്ര വരും? 28 വരും. അപ്പോൾ ഏരിയ എത്രയാണ്? 28. ഇതാണ് ഇതിലെ ഡി ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി ടച്ചസ് ദ സർക്കിൾ അറ്റ് ദ പോയിന്റ് പി ക്യു ആർ. ട്രയാങ്കിൾ എ ബി സിയുടെ സൈഡുകൾ പി ക്യു ആർ എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ആംഗിൾ ക്യു പി ആർ, 2 കോണുകൾ 50, 60 തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ബി പി ക്യു? ഏതാണ് ബി പി ക്യു? നോക്കിയാൽ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ചോദ്യം പറഞ്ഞിരുന്നു ഞാൻ അല്ലേ. അതേപോലെ ഒരു ത്രികോണത്തിൻ്റെ ഒരു കോർണർ സർക്കിളിലാണെന്നുണ്ടെങ്കിൽ ആ കോർണറിന് അല്ലെങ്കിൽ ആ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയാ? 50. ഓക്കെ, അവിടെ എത്രയായിരിക്കും? 50 ആയിരിക്കും. ഇത് രണ്ടും 50 ആയിരിക്കും കേട്ടോ. അപ്പോൾ ബി പി ക്യു 50 എന്ന് കിട്ടി. ഇനി വാട്ട് ഈസ് ദ മെഷർ ഓഫ് ബി എന്നാണ് ബിയുടെ ചോദ്യം. ബി ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. 50, 50, 100, ബാക്കി എത്ര ഉണ്ടാവും? 80 ഉണ്ടാവും. ഓക്കെ, ഇനി ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് അതർ 2 ആംഗിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് നോക്കിയാൽ ഈ 60ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? 60, 60. അപ്പോൾ മേലെ എത്രയായിരിക്കും? 60, 60, 120, ബാക്കി 60. ഓക്കെ, ഇവിടെ നമുക്ക് 80 എന്നും കിട്ടി, അവിടെ നമുക്ക് 60 കിട്ടി. ഇനി എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. 80, 60 കൂട്ടിയിൽ എത്ര? 140 ആയി. ബാക്കി ഇനി എത്ര ഉണ്ട്? 40. അപ്പോൾ അത് ഇവിടെയും വരും. കണ്ടോ, ഞാൻ എഴുതിയ ആംഗിളുകളൊക്കെ ഞാൻ ആ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏത് ട്രയാങ്കിളാണ് വേണ്ടത്? എ ബി സി. എ ബി സിൻ്റെ മറ്റേതാ, ഒന്ന് 60ഉം ഒന്ന് 40ഉം. ഓക്കെ, സി 60ഉം എ 40ഉം കിട്ടും. അടുത്ത്, ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി = 7 സെൻറ്റിമീറ്റർ, ബി സി = 6.5 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ ബി = 70 ഡിഗ്രി. ഡ്രോ ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി വരച്ചിട്ട് ഇൻസർക്കിൾ വരക്കാനാണ്. രണ്ടും നമ്മൾ ഒന്നിച്ചാണ് വരക്കുന്നത് കേട്ടോ. ഡ്രോ ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന ത്രികോണത്തിൽ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 3 വശങ്ങളും തൊടുന്നൊരു അന്തർവൃത്തം വരക്കണം. ഡ്രോ ഇൻസർക്കിൾ വരക്കണം, അതിൻ്റെ അന്തർവൃത്തം വരക്കണം. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാണ്. മലയാളത്തിൽ രണ്ടും ഒന്നിച്ചായിരുന്നു. ഇംഗ്ലീഷിൽ ആദ്യം ട്രയാങ്കിൾ പിന്നെ അന്തർവൃത്തം എന്നാണ് പറയുന്നത്. നമ്മൾ രണ്ടും ഒന്നിച്ചാണ് വരക്കുന്നത് കേട്ടോ. നമുക്കിവിടെ എ ബി 7 സെൻറ്റിമീറ്റർ, ബി സി 6.5, ആംഗിൾ ബി 70 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്.
അപ്പോൾ ആ മെഷർമെൻറ്റുകൾ പ്രകാരം ഞാനിവിടെ ട്രയാങ്കിൾ വരക്കാൻ പോകണം. നോക്കിക്കോ. ആദ്യം നമുക്ക് 7 സെൻറ്റിമീറ്റർ AB വരക്കാം. AB 7 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇനി അടുത്തത് നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ടല്ലോ, ബി എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പ്രൊട്രാക്ടറിൽ ബി വെച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ എത്രയാണോ ആ ആംഗിൾ നമ്മൾ കറക്റ്റ് അവിടെ മെഷർ ചെയ്തിട്ടൊന്ന് വരക്കുക. ആംഗിൾ ബി 70 തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 70 ഡിഗ്രി ഞാൻ വരച്ചു. ഇനി അത് BC എന്ന് പറയുന്ന ലൈനാണ്, പക്ഷെ അതിന് നമുക്കൊരു മെഷർമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ മെഷർമെൻറ്റ് തന്നെ നമ്മൾ വരക്കണം. അപ്പോൾ ഞാൻ ആ സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് ഒന്ന് അളക്കുകയാണ്. നമുക്ക് ആവശ്യമായ മെഷർമെൻറ്റ് ആ ലെങ്ത്ത് ഉണ്ടോ എന്ന് അറിയണമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്ന് നീട്ടി കൊടുക്കണം. നമുക്ക് വേണ്ടത് 6.5 ആണ്. അപ്പോൾ ഞാൻ ആ സ്കെയിൽ വെച്ച് 6.5 അതില്ല. അപ്പോൾ നമ്മളതിനെ 6.5 ആക്കാൻ പോവാണ്. കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് ഇതിനൊന്ന് നീട്ടി വരച്ചാൽ മതി കേട്ടോ. സ്കെയിൽ കുറച്ചൊന്ന് താത്തി വെക്കാം നമുക്ക്. അപ്പോൾ ആ കറക്റ്റ് ലൈൻ നമുക്ക് കൂടെ പോകും. ഓക്കെ. ഇനി ആ അറ്റത്ത് നിന്നും എയിലേക്ക് നമ്മൾ നീട്ടി വരച്ചുകൊണ്ട് ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇൻസർക്കിൾ വരക്കുന്ന പോലെ 3 കോണിനോ അല്ലെങ്കിൽ 2 കോണിനോ ആംഗിൾ ബൈസെക്ടർ വരച്ചിട്ട് ആ ആംഗിൾ ബൈസെക്ടറുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആരെ വരക്കണം, ഒരു ഇൻസർക്കിൾ വരക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ആംഗിൾ ബൈസെക്ടർ വരക്കാനുള്ള ആർക്കുകൾ വരക്കുകയാണ്. 3 മൂലയിലും നമുക്ക് ഓരോ ആർക്കുകൾ വരക്കാം. അതിനുശേഷം കോമ്പസ് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ആ കട്ട് ചെയ്ത സൈഡുകളിലെ പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആംഗിൾ ബൈസെക്ടർ വരക്കാനുള്ള ആംഗിൾ ബൈസെക്ടറുകൾ വരക്കണം, ആർക്കുകൾ വരക്കണം. ആ ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റിൽ നിന്ന് നമ്മളുടെ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഒരു ലൈൻ വരക്കണം. ഇനി അടുത്ത് വരക്കാൻ പോവാണ്. അതിനെ നീട്ടി മുട്ടിക്കണം നമ്മൾ കേട്ടോ, നീട്ടി വരച്ചാണ്ട് കൂട്ടി മുട്ടിക്കണേ. ഇനി മൂന്നാമത്തെ വരച്ചു കഴിഞ്ഞാലും ആ പോയിന്റ് തന്നെയാണ് നമുക്ക് വന്ന് ചേരുക കേട്ടോ. നോക്കിക്കോ. ഇനി ആ 3 കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ലെങ്ത് എടുക്കുക, വശത്തേക്കുള്ള ലെങ്ത് കേട്ടോ. എന്നിട്ട് അവിടെ നിന്നൊരു സർക്കിൾ വരക്കുക നമുക്ക്. അത് ഈ 3 സൈഡിനെയും ടച്ച് ചെയ്താണ്ട് ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ടല്ലേ, കുഴപ്പമില്ല, പോട്ടെ. ഇതേപോലെ കറക്റ്റ് അളവെടുത്ത് വരക്കുക കേട്ടോ. കറക്റ്റ് അളവ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലവണ്ണമൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മാർക്ക് നഷ്ടമാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, കറക്റ്റ് അളവെടുത്ത് വരക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് 2022 നിന്നും ടാൻജൻസ് അഥവാ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതാക്കുക. നമ്മളുടെ എക്സാം എടുത്തു. ഈ 2024 സെക്കൻഡ് ടേമിലെ എക്സാമിനേഷൻ ഈ വരുന്ന ഡിസംബർ 11 തുടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മളുടെ മാത്സ് ആണ്.
സാധാരണ ലാസ്റ്റാണ് ഉണ്ടാവാറ്. ഇപ്രാവശ്യം ഫസ്റ്റ് തന്നെ നമ്മളുടെ മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എക്സാം നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ.